ഹായ് ഓൾ, എൻ്റെ പേര് അഞ്ജു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓസ്ട്രേലിയയിൽ എത്തിയതും എൻ്റെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത്. അത് വേറൊന്നുമല്ല, ഇപ്പം എൻ്റെ മാത്രം കഴിവുകൊണ്ട് ഞാൻ എവിടെ എത്തിയിട്ടില്ല. എനിക്ക് അതിന് ഹെൽപ്പ് ചെയ്ത് എൻ്റെ ചുറ്റും കുറച്ച് ആളുകളുണ്ടായിരുന്നു. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ സർവശക്തൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രാർത്ഥന ഏറ്റവും വലിയൊരു കമ്പോണൻ്റാണ്. സോ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം എപ്പോഴും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രാവശ്യം IELTS തോറ്റിട്ട് വരുമ്പോഴും എനിക്ക് താങ്ങായി തണലായി ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് എന്നെ നയിച്ചത് എൻ്റെ അച്ഛനാണ്, എൻ്റെ ഫാദർ. ഹീസ് മൈ ബാക്ക് ബോൺ. പിന്നെ എൻ്റെ അച്ഛൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അസറ്റാണ്. പിന്നെ അതുപോലെ എൻ്റെ വളർച്ചയിൽ ഓരോ ഘട്ടത്തിലും എന്നെ കൈ പിടിച്ച് നടത്തിയ എൻ്റെ അമ്മ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ്. ആളുടെ ഒരു വലിയ ഇൻറ്റൻഷനാണ് ഞാനിപ്പോൾ എത്തി ഈ ഒരു സിറ്റുവേഷനിൽ ആയിരിക്കാൻ. ആളെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആളിപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾക്കെതിരാണ്. ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ ഒരു കാരണവശാലും എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ എനിക്ക് ഈ വീഡിയോയിൽ ഹൈലൈറ്റായിട്ട് എടുത്ത് പറയേണ്ട ആളെക്കുറിച്ചാണ്. അത് മറ്റാരുമല്ല, എൻ്റെ ഷൈൻ ചേട്ടൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മായിയമ്മ. ശരിക്കും അമ്മായിയമ്മയല്ല, അമ്മ തന്നെയാണ്. ആളുടെ പേര് അന്നമ്മ എന്നാണ്. വീട്ടിൽ മോളിന്ന് വിളിക്കും. സോ ഞങ്ങൾ മോളിയമ്മ എന്ന് വിളിക്കും. എൻ്റെ കൊച്ചിന് 2.5 വയസ്സായപ്പോൾ മുതൽ എൻ്റെ കൊച്ചിനെ നോക്കുന്നതാണ്. ആ സമയത്ത് ഞാൻ സൗദിക്ക് പോയതാണ്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൊച്ചിൻ്റെ ഓൾ ഇൻ ഓൾ മോളിയമ്മയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പകരക്കാരിയായിട്ടല്ല, അതുക്കും മേലെ എൻ്റെ കൊച്ചിനെ ഒത്തിരി നന്നായിട്ട് നോക്കിയത് എൻ്റെ മോളിയമ്മ തന്നെയാണ്. ഞാൻ വെക്കേഷനൊക്കെ ചെല്ലുന്ന സമയത്ത് ആ പരിസരത്തുള്ളവർ എന്നോട് പറയാറുണ്ട്, മോളിയമ്മ അവൻ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നുള്ള കാര്യം. പിന്നെ സോ മോളിയമ്മ ഞങ്ങളുടെ ഒരു ബാക്ക് ബോൺ തന്നെയാണ് ഫാമിലിയുടെ. എനിക്ക് എടുത്തു പറയേണ്ടത് മോളിയമ്മയുടെ ഒരു വലിയ ഇൻഫ്ലുവൻസാണ് ഞങ്ങളുടെ ലൈഫിൽ. മോളിയമ്മ എൻ്റെ കൊച്ചിനെ നോക്കിയില്ലെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് സൗദിക്ക് പോകാനോ ന്യൂസിലാൻഡിന് പോകാനോ എൻ്റെ അനിയനെ ടേക്ക് കെയർ ചെയ്യാനോ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഫാമിലിയുടെ കൂടെ അല്ല, ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അവർ വരും. എനിക്ക് ജോബ് ആദ്യം ആകാതെയാണ് ഞാൻ നാട്ടിൽ നിന്ന് കയറി വന്നത്. സോ വന്നിട്ടുള്ള ഒരു ചിലവുകളൊക്കെ 3 പേരും കൂടെ വരുമ്പോഴത്തേനും ഭയങ്കര ഹൈക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ജോബ് സെറ്റായിട്ട് അവരെ കൊണ്ടുവരാമെന്ന് ഓർത്തിട്ട് ഞാൻ അവരെ നാട്ടിൽ നിർത്തിയിട്ടാണ് വന്നത്. അപ്പോൾ ഇപ്പോഴാണെങ്കിലും എൻ്റെ കൊച്ചിനെ നോക്കുന്നത് എൻ്റെ മോളിയമ്മ തന്നെയാണ്. അപ്പോൾ എൻ്റെ മോളിയമ്മയുടെ പ്രസൻസ് ഒരു വലിയ ഹെൽപ്ഫുള്ളാണ്. മോളിയമ്മ ചെയ്തു തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും. പിന്നെ ഞാൻ എക്സാം എഴുതാൻ പോകുമ്പോഴൊക്കെ എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ വിളിക്കും. പിന്നെ അവിടെ മാതാവിൻ്റെ അടുത്ത് പോയിരുന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു മെൻറ്ററും കൂടെയാണ് എൻ്റെ മോളിയമ്മ. മോളിയമ്മ തന്നതിന് ഈശ്വരന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് സൗദിയിലോട്ട് പോയ സമയത്ത് അവിടെ എനിക്ക് പുതിയൊരു അന്തരീക്ഷമാണ്. അപ്പം ഒത്തിരി പ്രതിസന്ധികളൊക്കെ വരുമ്പോഴും നമ്മൾ ടേക്ക് കെയർ ചെയ്ത് കൂടെ ചേർത്ത് പിടിച്ച് നിർത്തിയ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരുടെയും ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അവരെയൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കമ്പോണൻസാണ് എൻ്റെ ലൈഫിൽ. സോ ഇത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്. അപ്പം ടേക്ക് കെയർ, ബൈ ബൈ.